Good morning, my dear students. Welcome to another session of online class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോണസ് ഷെയർസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ബോണസ് ഷെയർസ്? In simple sense, bonus shares are the shares issued to existing shareholders without any consideration. അപ്പോൾ കൺസിഡറേഷൻ ഒന്നും വാങ്ങാതെ, പേയ്മെൻ്റ് ഒന്നും വാങ്ങാതെ, ഫ്രീ ആയി ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് വിത്തൗട്ട് എനി കൺസിഡറേഷനാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻറ്റ്. രണ്ട്, എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ബോണസ് ഷെയർസ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ എക്സ്പ്രസ് ചെയ്യാത്ത മറ്റൊരു പോർഷൻ ഉണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ മീനിങ്ങിൽ. അതുകൊണ്ടാണ് ഞാൻ ഇൻ സിമ്പിൾ സെൻസ് എന്ന് പറയുന്നത്. ഈ മീനിങ്ങിൽ എക്സ്പ്രസ് ചെയ്യാത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ദർ ഈസ് എ കൺവേർഷൻ ഓഫ് റിസർവ്സ്, അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ഇൻറ്റു ക്യാപിറ്റലൈസ്ഡ്, ഇൻറ്റു ക്യാപിറ്റൽ. അതായത് അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നു. അപ്പോൾ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള റിസർവ്സും പ്രോഫിറ്റ്സും ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ബോണസ് ഷെയർസായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ബോണസ് ഷെയർസ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ട്, കമ്പനിയെ സംബന്ധിച്ച് എന്താണ് ഇതുവരെയുള്ള ലോങ് പീരീഡിലേക്കുള്ള അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ടുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, റിസർവ്സ്, ക്യാപിറ്റൽ റിസർവ്സ് ഒക്കെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇതൊക്കെ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് റിസർവ്സ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് വാട്ട് ഈസ് മീൻ ബൈ ബോണസ് ഷെയർ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ മീനിങ് കൺവേ ചെയ്യുന്ന ഒരു ആൻസർ പറഞ്ഞാൽ മതി. ദാറ്റ് ഈസ് ബോണസ് ഷെയർസ് ആർ ദ ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു ദി എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. അപ്പോൾ ഒരു കൺസിഡറേഷനും വാങ്ങാതെ ഒരു കമ്പനി അവരുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്ന എന്താണ് ഒരു ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെയാണ് എന്തായിട്ട് പറയുന്നത്? ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് അല്ലെങ്കിൽ എന്താണ് ബോണസ് ഷെയർസ് എന്നും അതിനെ ഇഷ്യൂ ചെയ്യുന്നതിനുണ്ടോ അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന്. ഇനി എവിടെ നിന്ന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്താണ് ബോണസ് ഷെയർസ് എന്നും എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ബോണസ് ഷെയർസ് ആർ ദ ഷെയർസ് ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് വിത്തൗട്ട് റിസീവിങ് എനിത്തിങ് ആസ് കൺസിഡറേഷൻ ഫ്രം ദം. ഒരു കൺസിഡറേഷനും ലഭിക്കാതെ, ആവശ്യപ്പെടാതെ, ആക്സെപ്റ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നു. ദ ബോണസ് ഷെയർസ് റെഫേഴ്സ് ടു ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സ്. റിസർവ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ക്യാപിറ്റലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തായിട്ട് പറയുന്നത്? ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഇൻ കൺവേർഷൻ ഓഫ് അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് സർപ്ലസസ് ഇൻ ടു ഷെയർ ക്യാപിറ്റൽ. അക്യുമുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദീർഘനാളത്തേക്കായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘനാളമായിട്ടുള്ള നമ്മുടെ റിസർവിലും സർപ്ലസസിലൊക്കെ ഇരിക്കുന്ന ടോട്ടൽ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ടഡ് ഇൻ ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ള പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു. The paid up capital of the company increases as a result of bonus issue. Paid up capital എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? അത്
നമുക്കെല്ലാവർക്കും അറിയാം ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ് മാക്സിമം നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ. അതിനേക്കാൾ കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓൾട്രേഷൻസ്, അതിൻ്റെ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത്, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 63 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനീസ് ആക്ട് സെക്ഷൻ 63 അനുസരിച്ച് ഉള്ള ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. The articles of association of the company must contain provision for the issue of bonus shares. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ഓൾട്ടർ ചെയ്യണം. ഓൾട്ടർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതിനെന്താണ്, കൃത്യമായിട്ടുള്ള ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുക, അത്തരം പ്രോസസ്സിലേക്ക് പോകേണ്ടി വരും. അത്രയേ ഉള്ളൂ കേട്ടോ. പറ്റില്ല എന്നല്ല, പക്ഷേ അങ്ങനെ പ്രൊവിഷൻ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. പ്രൊവിഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലുള്ള പ്രൊവിഷൻസ് മാറ്റാനുള്ള നടപടികൾ എടുക്കണം. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ പോയിൻറ്റ്, ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഈസ് റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യണം. ആൻഡ് അപ്രൂവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ ജനറൽ മീറ്റിംഗ്. അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുകയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ, എല്ലാ വർഷവും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞ മീറ്റിംഗ് നടക്കും. അങ്ങനെയുള്ള ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ അത് എന്ത് ചെയ്യണം, അത് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യപ്പെടുകയും വേണം. മൂന്നാമത്തെ പോയിൻ്റ്, ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് അതർവൈസ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് or share premium received in cash or out of capital redemption reserve. ബോണസ് ഷെയർ ഫ്രീ റിസർവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രീ റിസർവിൽ നിന്ന് ഇഷ്യൂ ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ്, അതർവൈസ് അവൈലബിൾ ഫോർ ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള എമൗണ്ടിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ അതല്ലാത്ത എമൗണ്ടുകളിൽ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്യാം. ഷെയർ പ്രീമിയം റിസീവ്ഡ് ഇൻ ക്യാഷ്, ഷെയർ പ്രീമിയം ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള ഷെയർ പ്രീമിയത്തിൽ നിന്ന് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ CRR അക്കൗണ്ടിൽ നിന്നും, ഔട്ട് ഓഫ് CRR അക്കൗണ്ടിൽ നിന്ന് അത് ഇഷ്യൂ ചെയ്യാം. ദെൻ നാലാമത്തെ പോയിൻറ്റ്, CRR അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് പഠിക്കും കേട്ടോ. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടാണ് അത്. നാലാമത്തെ പോയിൻറ്റ്, ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ്. ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അഞ്ചാമത്തെ പോയിൻറ്റ്, ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇഫ് എനി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആർ മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ്. ഏതെങ്കിലും ഷെയർസ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ആറാമത്തെ പോയിൻറ്റ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഇൻ ലീവ് ഓഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് അലൗഡ്. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരമായിട്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ അത്തരമൊരു ഇഷ്യൂ പാടില്ല, അത് അലോ ചെയ്യാൻ പാടില്ല. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇഷ്യൂ ചെയ്യണം. അതൊരു ഡിവിഡൻഡ് കൊടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന നടപടി സാധ്യമല്ല. ഏഴാമത്തെ പോയിൻറ്റ്, ദ ബോണസ് ഇഷ്യൂ മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് വിതിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്രൂവൽ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വേറെ ഒരു ആ ബോണസ് ഇഷ്യൂ ക്യാൻസൽ ആവുകയാണ് ചെയ്യുക കേട്ടോ. ബോണസ് ഇഷ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടി 6 മാസത്തിനകം എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എട്ടാമത്തെ പോയിൻറ്റ്, ബോണസ് ഇഷ്യൂ കനോട്ട് ബി മെയ്ഡ് ബൈ ക്യാപിറ്റലൈസിങ് റിസർവ്സ് ക്രിയേറ്റഡ് ബൈ ദ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. ബോണസ് ഇഷ്യൂ കനോട്ട് ബി മെയ്ഡ് ബൈ ക്യാപിറ്റലൈസിങ് റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് അസറ്റ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, റിസർവ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള റിസർവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇഷ്യൂ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അസറ്റ്സോ അല്ലെങ്കിൽ അസറ്റ്സ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ റീവാല്യൂ ചെയ്തിട്ടുള്ളതിൻ്റെ ഭാഗത്തു നിന്ന് ആ എമൗണ്ട്, ആ റിസർവ് എടുത്തിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ,
+2 പഠിക്കുന്ന സമയത്ത് നമുക്ക് റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ ഇതൊക്കെ വരുന്ന സമയത്ത് അസറ്റുകളൊക്കെ നമ്മൾ റീവാല്യൂ ചെയ്യും അല്ലേ? അതേപോലെയുള്ളൊരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. അസറ്റ്സ് റീവാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് പണമൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ 10 കൊല്ലം മുൻപ് വാങ്ങിച്ച ബിൽഡിങ്ങിന് അന്ന് വാങ്ങിയത് 1 ലക്ഷം രൂപയ്ക്കാണ്. ഇപ്പോൾ ഇന്ന് അതിൻ്റെ വില 50 ലക്ഷം രൂപയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 49 ലക്ഷം രൂപ നമുക്ക് റിസർവായിട്ട് വന്നു, ഇൻക്രീസ് ആയിട്ട് വന്നു അല്ലേ? അത് റിസർവിലേക്ക് മാറി. അത് ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. പക്ഷേ അതിന് നമുക്ക് ക്യാഷ് റിസർവായിട്ട് വന്നിട്ടുള്ളതല്ല, അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് തന്നെ ക്യാഷ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ റീവാലുവേഷനിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും റിസർവ് ആണെങ്കിൽ അതൊരിക്കലും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. എ കമ്പനി വിച്ച് ഡിഫോൾട്ടഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ പബ്ലിക് ഡെപ്പോസിറ്റ് ഷാൾ നോട്ട് ഇഷ്യൂ ബോണസ് ഷെയർസ്. ഒരു കമ്പനി അവരുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ അവർ കടമെടുത്തിട്ടുള്ള പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നോ ബാങ്കിൽ നിന്നോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ കടമെടുത്ത് ഇൻട്രസ്റ്റ് ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള കമ്പനിക്ക് ഒരിക്കലും തന്നെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഞാനൊന്നുകൂടി പറയാം. ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കുന്ന സമയത്തോ ഇൻട്രസ്റ്റ് ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള ഒരു കമ്പനിക്ക് ഒരിക്കലും തന്നെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ഓഫ് ദ എംപ്ലോയീസ് സച്ച് ആസ് കോൺട്രിബ്യൂഷൻ ടു PF, ഗ്രാറ്റുവിറ്റി ആൻഡ് ബോണസ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫോൾട്ട് വരുത്താത്ത കമ്പനികളായിരിക്കണം ഏതൊക്കെ പോയിന്റിൽ, ഇൻ കേസ് ഓഫ് ഇൻ റെസ്പെക്റ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയീസ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബോണസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്താത്ത കമ്പനി ആയിരിക്കണം. എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ അവരുടെ സാലറിയോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ടു PF, ഗ്രാറ്റുവിറ്റിയോ ബോണസൊക്കെ ഡിഫോൾട്ട് വരുത്താത്ത കമ്പനി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവർക്ക് മാത്രമാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. A listed company issuing bonus shares shall comply with the guidelines issued by the SEBI in this respect. ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ, എന്താ ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പേര് ചേർത്തിട്ടുള്ള കമ്പനിയാണെങ്കിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പേര് ലിസ്റ്റ് ചേർക്കുന്നതിനെയാണ് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയാം. അതിനൊരുപാട് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. സെബി പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഫുൾഫിൽ ചെയ്ത കമ്പനികൾക്ക് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അത്തരം കമ്പനികൾക്ക് എന്ത് ചെയ്യണം, സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബോണസ് ഇഷ്യൂ നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും 11 പോയിൻ്റാണ്. ഞാൻ ഒന്നുകൂടി റീകളക്ട് ചെയ്യാം ഈ പോയിൻറ്റ്സ്. 1, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്താൽ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. 2, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യണം. അത് അപ്രൂവ് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യണം. 3-ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ റിസർവിൽ നിന്നോ ഫ്രീ റിസർവിൽ നിന്നോ അതല്ലെങ്കിൽ CRR അക്കൗണ്ടിൽ നിന്നൊക്കെ ബോണസ് ഷെയറായിട്ട് ഇഷ്യൂ ചെയ്യാം. 4-ാമത്തെ പോയിൻ്റ്, ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും ഷെയർസ് ഫുള്ളി പെയ്ഡ് അല്ലെങ്കിൽ അത് ഫുള്ളി പെയ്ഡ് ആയിട്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ഫുള്ളി പെയ്ഡ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. 6-ാമത്തെ പോയിൻ്റ്, ബോണസ് ഷെയർസ് ഡിവിഡൻറ്റിന് പകരമായിട്ട് ബോണസ് ഷെയർസ് കൊടുക്കുന്ന കാര്യം സാധ്യമല്ല. ബോണസ് ഷെയർ ആയിട്ടും ഡിവിഡൻ്റ് ആയിട്ടും തന്നെ കൊടുക്കണം. ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് പകരം ബോണസ് ഷെയർസ് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് നടത്താൻ സാധിക്കില്ല. ദെൻ 7-ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഇഷ്യൂ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ ബോണസ് ഷെയർസ് എന്ത് ചെയ്യാൻ പാടില്ല, റീവാലുവേഷൻ ഓഫ് അസറ്റ്സിൻ്റെ ക്യാപിറ്റലൈസേഷൻ നടത്താൻ വേണ്ടി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ക്യാപിറ്റലൈസേഷൻ ഒരിക്കലും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് നടത്താൻ, അല്ലെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് നടത്താൻ സാധിക്കില്ല. അതല്ലെങ്കിൽ അതിന് മറ്റൊരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് എന്നുള്ള റിസർവിൽ നിന്ന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അറിയാലോ. 9-ാമത്തെ പോയിൻ്റ് ഇൻട്രസ്റ്റ്, ഏതെങ്കിലും ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ എമൗണ്ടൊക്കെ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള കമ്പനിയാണെങ്കിൽ, കടം വാങ്ങുമ്പോഴാണല്ലോ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക.
ഇപ്പോൾ കടം വാങ്ങുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ നിന്നാവാം, ബാങ്കിൽ നിന്നാവാം, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാവാം. ഇവിടെയൊക്കെ ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ എമൗണ്ടോ അല്ലെങ്കിൽ പബ്ലിക് ഡെപ്പോസിറ്റ് ആവാം. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങാനുള്ളൊരു പ്രൊവിഷൻ കമ്പനികൾക്കുണ്ട്. അങ്ങനെ പബ്ലിക് ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിലാവാം ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ എമൗണ്ടോ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളൊരു കമ്പനിക്ക് ഒരിക്കലും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ ടു PF, ഗ്രാറ്റുവിറ്റി, ബോണസ് പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ പേയ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അവരുടെ ഡ്യൂസ് പോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള കമ്പനികൾക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം ലിസ്റ്റഡ് കമ്പനികൾക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ സെബി ഗൈഡ് ലൈൻസ് നിർബന്ധമാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ആണ്. ഏതൊക്കെ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ അക്കുമുലേറ്റഡ് റിസർവ്സും പ്രോഫിറ്റ്സും ആണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. CRR അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു, ക്യാപിറ്റൽ റിസർവ് എന്നൊക്കെ പറഞ്ഞു. ഇനി അതിലും വ്യത്യാസമുണ്ട്. ചില പ്രോഫിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അതായത് പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ചില പ്രോഫിറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്, ഏതൊക്കെ പ്രോഫിറ്റ് റിസർവ്സ് ഉപയോഗിച്ചിട്ടാണ്, പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ് ഉപയോഗിച്ചിട്ടാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, CRR അക്കൗണ്ട്. CRR അക്കൗണ്ട് എന്ന് പറയുന്നത് റിഡീം ചെയ്യുന്ന സമയത്ത്, പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് CRR അക്കൗണ്ട്. ഇപ്പം നമുക്ക് പ്രിഫറൻസ് ഷെയർ പഠിക്കാത്ത കാരണം കൊണ്ട് തന്നെ അതിനെപ്പറ്റി നമുക്കറിയില്ല. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, CRR അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ് കേട്ടോ, പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ്. ബി പോയിൻ്റ്, ഷെയർ പ്രീമിയം ഓർ സെക്യൂരിറ്റീസ് പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ്. അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, പ്രീമിയം കളക്ട് ചെയ്യുന്നത് ക്യാഷിൽ കളക്ട് ചെയ്തിട്ടുള്ള പ്രീമിയം ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സി പോയിൻ്റ്, ജനറൽ റിസർവ്. സാധാരണ നമ്മൾ റിസർവ് എന്ന് പറയുന്ന ജനറൽ റിസർവ്, പ്രത്യേകിച്ചൊരു പർപ്പസും ഇല്ലാതെ ഉണ്ടാക്കുന്ന റിസർവ്. ഡി പോയിൻ്റ്, സർപ്ലസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെങ്കിൽ, സർപ്ലസ് ആണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസർവ് കെപ്റ്റ് ഫോർ ഈക്വലൈസിങ് ദ റിസർവ്, ഈക്വലൈസിങ് ദ ഡിവിഡൻഡ്. ഡിവിഡൻറ്റിൻ്റെ റേഷ്യോ ഒരേ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരേ പെർസെൻറ്റേജ് നിലനിർത്താൻ വേണ്ടി. ഇപ്പോൾ അത് കയറി ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ 6 ആയി കഴിഞ്ഞാൽ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിന് അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഉള്ള റിസർവിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കുറവുണ്ടെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്കറിയാമല്ലോ, റിസർവ് അല്ലേ. അടുത്ത പോയിൻ്റ്, ക്യാപിറ്റൽ റിസർവ് അറൈസിങ് ഫ്രം പ്രോഫിറ്റ് ആസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് റിസീവ്ഡ് ഇൻ ക്യാഷ്. അതായത് ഫിക്സഡ് അസറ്റൊക്കെ വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷിൽ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ടുള്ള ക്യാപിറ്റൽ റിസർവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാം. ബാലൻസ് ഇൻ DRR അക്കൗണ്ട് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡീം ചെയ്തതിന് ശേഷം DRR അക്കൗണ്ടിൽ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്തായിട്ട് എടുക്കാം, ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് എടുക്കാം. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് താഴെ പറഞ്ഞിട്ടുണ്ടെന്നാണ്, CRR അക്കൗണ്ട്, ഹവർ CRR അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ് can be utilized only for issuing fully paid bonus shares and not for making partly paid shares fully paid shares. അതായത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ CRR അക്കൗണ്ടും സെക്യൂരിറ്റീസ് പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലാതെ പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ ഷെയർസ് ഈ ക്യാപിറ്റൽ റിസർവ് പോലെയുള്ള ഐറ്റംസ് ഒരിക്കലും നമുക്ക്, അതായത് CRR പോലെയുള്ള സെക്യൂരിറ്റി പ്രീമിയം പോലെയുള്ള ഐറ്റംസ് ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി അടുത്ത ഹെഡ്,
റിസർവ്സ് നോട്ട് അവൈലബിൾ ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ചില റിസർവുകൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത്തരം ഐറ്റംസ് ഉണ്ട്. ഒന്ന്, ക്യാപിറ്റൽ റിസർവ് അറൈസിങ് ഡ്യൂ ടു റീവാലുവേഷൻ ഓഫ് അസറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അസറ്റ് റീവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസർവ് അത് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം അറൈസിങ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓൺ അമാൽഗമേഷൻ ഓർ ടേക്ക് ഓവർ. അമാൽഗമേഷനിലോ ടേക്ക് ഓവറിലോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ പ്രീമിയം അത് നമുക്ക് ക്യാഷായിട്ട് കിട്ടുന്നതല്ല. നമ്മൾ അമാൽഗമേഷൻ നടത്തുമ്പോഴോ ടേക്ക് ഓവർ നടത്തുമ്പോഴോ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഇത് കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു ബിസിനസ് വാങ്ങുന്നതിനെയാണ് നമ്മൾ ടേക്ക് ഓവർ എന്ന് പറയുന്നത്. ഒരു കമ്പനി ഏറ്റെടുക്കുക. ആ കമ്പനി ഏറ്റെടുക്കുന്നതിന് സമയത്ത് ക്യാഷായിട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ലാത്ത കാരണമുണ്ട്. അതിൻ്റെ കൺസിഡറേഷൻ, ആ കമ്പനിയുടെ വില ക്യാഷായിട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ പ്രീമിയം ഒരിക്കലും നമുക്ക് എന്തായിട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല? ബോണസ് ഷെയർസായിട്ട് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് ബിഫോർ എക്സ്പയറി ഓഫ് 4 years ഓഫ് ക്രിയേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്തെങ്കിലും അലവൻസ് റിസർവ് ആയിട്ടുള്ള അത്തരം കേസുകൾ, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ് പോലെയുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 4 വർഷത്തേക്ക്, അത് ക്രിയേറ്റ് ചെയ്ത് 4 വർഷത്തേക്ക് അത് എടുക്കാൻ പാടില്ല. 4ാമത്തെ പോയിൻ്റ്, ബാലൻസ് ഇൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ബിഫോർ റിഡംഷൻ ടേക്സ് പ്ലേസ്. അതായത് DRR അക്കൗണ്ട് എടുക്കാം ഏതിന് ശേഷം? ആഫ്റ്റർ റിഡംഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബിഫോർ റിഡംഷൻ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. DRR ബിഫോർ റിഡംഷൻ എന്ന് പറയുന്നത് എടുക്കാൻ സാധിക്കില്ല. 5ാമത്തെ പോയിൻ്റ്, സർപ്ലസ് അറൈസിങ് ചേഞ്ച് ഇൻ ദ മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡ് മാറ്റി അതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർപ്ലസ്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള സർപ്ലസ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇത്രയാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്ത ഐറ്റംസ്. ഞാൻ ഒന്നുകൂടി പറയാം. അസറ്റ് റീവാല്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ റിസർവിൽ നിന്ന് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അമാൽഗമേഷനോ ടേക്ക് ഓവറോ നടത്തുമ്പോൾ ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവോ ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവോ ഉണ്ടാക്കി 4 വർഷത്തിനുള്ളിൽ അതെടുക്കാൻ പാടില്ല. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് റിഡംഷന് ശേഷം മാത്രമേ പാടുള്ളൂ. റിഡംഷന് മുൻപ് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയത് അതുകൊണ്ടുണ്ടാവുന്ന സർപ്ലസ് അത് നമ്മൾ എടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ്. 2 രീതിയിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഒന്ന്, ടു മേക്ക് ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ എന്തായിട്ട് മാറ്റാം? ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് മാറ്റാം. പാർട്ട്ലി പെയ്ഡ് ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് മാറ്റാം. 2, ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. 2ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ 2 രീതിയിലാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന്, പകുതി അടച്ചു നിർത്തിയിട്ടുള്ള ഷെയർ എന്ത് ചെയ്യാം? ഫുള്ളി പെയ്ഡാക്കി മാറ്റാൻ ബോണസ് കൊടുക്കാം. 2, ഒരു ഫുള്ളി പെയ്ഡായിട്ടുള്ള ബോണസ് ഷെയർ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അതിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 1ാമത്തെ പോയിൻ്റ്, ടു മേക്ക് ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡ്. പാർട്ട്ലി പെയ്ഡ് ഷെയർ ഫുള്ളി പെയ്ഡ് ആക്കാനുള്ള ജേണൽ എൻട്രിയാണ് ആദ്യം. അപ്പോൾ കുട്ടികൾക്ക് ആലോചിച്ചാൽ അറിയാലോ, പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡ് ആക്കാൻ നമ്മൾ ജേണലൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യം പാർട്ട്ലി പെയ്ഡുള്ള എന്ത് ചെയ്യണം? ആ പാർട്ട്ലി പെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് കഴിച്ച് ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? അത് ഡ്യൂ ആക്കണം. അത് ഫൈനൽ കോൾ ആണെങ്കിൽ ഫൈനൽ കോൾ ഡ്യൂ ആക്കണം. അത് റിസീവ് ചെയ്യുന്നതായിട്ട് കാണിക്കണം അല്ലേ? ആ റിസീവ് ചെയ്യുന്നതായിട്ട് കാണിക്കുമ്പോഴാണ് എന്താവശ്യമുള്ളൂ? ബോണസ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ ഒന്നുകൂടി പറയാം. ടു മേക്ക് ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ്, അതിൽ 3 ജേണൽ എൻട്രിയാണ് വരുന്നത്. ABC. A പോയിൻ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് അക്കൗണ്ട്, റിസർവ്സ് ഓർ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. റിസർവ് അല്ലെങ്കിൽ സർപ്ലസോ ബോണസ് ആക്കി നമ്മൾ എന്ത് ചെയ്തു? മാറ്റി. 2ാമത്തെ ജേണൽ എൻട്രി, ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഫൈനൽ കോൾ ഡ്യൂ ആക്കി. ലാസ്റ്റ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ബോണസ്
എന്തായിട്ട് മാറ്റി? ഫൈനൽ കോളിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്തത് ബോണസ് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫൈനൽ കോൾ മണി നമ്മൾ ബോണസായിട്ട് സ്വീകരിച്ചു എന്നർത്ഥം. ബോണസ് ഇഷ്യൂ ചെയ്തു, അത് ആക്സെപ്റ്റ് ചെയ്ത പോലെയായി. അതായത് ഈ ഷെയർ ഹോൾഡേഴ്സ് ഫൈനൽ കോൾ അടയ്ക്കേണ്ട ഫൈനൽ കോൾ ബോണസായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ആണെങ്കിൽ എന്താണ്? ആദ്യത്തെ ജേണൽ എൻട്രിയിൽ മാറ്റമൊന്നുമില്ല. റിസർവ് ഓർ സർപ്ലസ് അക്കൗണ്ട് അറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പ്രീമിയം അതിൽ എഴുതിയിട്ടുണ്ട്. പ്രീമിയം ഉള്ള കേസാണ് പ്രീമിയം കൂടി അതിൽ ചേർക്കുക. ഇത്രയാണ് നമുക്കിതിൽ എന്താണ് ബോണസ് എന്നും എന്താണ് അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പഠിക്കാനുള്ളത്. ഇനി ഇതിൽ കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ ചെയ്യാനുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ 288 ഇല്ലസ്ട്രേഷൻ 29 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. അലങ്കാർ ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 3 lakh equity shares of ₹10 each. ₹7 per share called up. The company decides to utilize its general reserve of ₹9 lakh to issue bonus shares to make the partly paid up shares fully paid up. Give journal entries recording issue of bonus shares. നമ്മൾ എന്ത് ചെയ്യണം? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യണം, അതിലുള്ള ജേണൽ എൻട്രി എഴുതണം. ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ജേണലൈസ് ചെയ്യാം. ഇപ്പോൾ ഇത് ബോണസ് ഇഷ്യൂവിലെ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. നമുക്കിതിൻ്റെ സമ്മറി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടതെന്ന് നോക്കാം. അലങ്കാർ ലിമിറ്റഡ് ഇഷ്യൂഡ് 3 lakh equity shares. 3 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ആണുള്ളത്. ഓഫ് ₹10 ഈച്ച്, ₹7 കോൾഡ് അപ്പ്. അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റലൊക്കെ ഷെയർ ഇഷ്യൂ ഒക്കെ പഠിച്ചതല്ലേ, അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്കറിയാം. 3 ലക്ഷം ഷെയറാണുള്ളത്. 10 രൂപയുടെ ഒരു ഷെയറിന് 10 രൂപയാണ്. അപ്പോൾ 3 lakh ഷെയർസ് 10 രൂപയാണ് വില, പക്ഷേ 7 രൂപയാണ് കോൾഡ് അപ്പ്. അപ്പോൾ ഫൈനൽ കോൾ അല്ലെങ്കിൽ നെക്സ്റ്റ് കോൾ, ഫൈനൽ കോൾ എന്ന് നമുക്ക് പറയാം. ഫൈനൽ കോൾ എന്ന് പറയുന്നത് ₹3 ആണ്. ₹3 പെർ ഷെയർ. ഇനി എന്ത് ചെയ്യുന്നു? അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഓഫ് ഫൈനൽ കോൾ എത്രയാ? എമൗണ്ട് ഓഫ് ഫൈനൽ കോൾ എന്ന് പറയുന്നത് 3 ലക്ഷം ഷെയർ ഇൻറ്റു ₹3. 3 9 ലക്ഷം രൂപ വേണം ഇത് കൺവേർട്ട് ചെയ്യാൻ. കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ 9 ലക്ഷം രൂപ വേണം. ഇനി അടുത്ത സെൻറ്റൻസ് വായിക്കുക. ദ കമ്പനി ഡിസൈഡ് ടു യൂട്ടിലൈസ് ഇറ്റ്സ് ജനറൽ റിസർവ് ഓഫ് ₹9 lakh ടു ഇഷ്യൂ ബോണസ് ഷെയർസ് ടു മേക്ക് ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡ്. ഈ പാർട്ട്ലി പെയ്ഡ് എന്ന് പറഞ്ഞാൽ 7 രൂപ അടച്ചു തീർത്തിട്ടുള്ള ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കി മാറ്റാൻ ജനറൽ റിസർവിൽ എത്രയുണ്ട്? 9 ലക്ഷം ഉണ്ട്. അത് ബോണസ് ഷെയറായിട്ട് ഇഷ്യൂ ചെയ്യാൻ, ബോണസായിട്ട് ഇഷ്യൂ ചെയ്യാൻ കമ്പനി ഡിസൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യം എത്രയാണ്? 9 ലക്ഷമാണ്. ആ 9 ലക്ഷം കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ജനറൽ റിസർവിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ജനറൽ റിസർവിനെ ബോണസിലേക്ക് മാറ്റുക. പിന്നെ ഫൈനൽ കോൾ ഡ്യൂ ആക്കുക. 3 രൂപ വെച്ച് ഫൈനൽ കോൾ ഡ്യൂ ആക്കുക. പിന്നെ ആ ബോണസിനെ എന്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക? ഫൈനൽ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും പ്രോബ്ലം അല്ലെങ്കിൽ ജേണലൈസ് ചെയ്യാം, ജേണൽ എൻട്രി എഴുതാം. ഇത് ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ഡേറ്റ് കോളം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലെഡ്ജർ ഫോളിയോ ചെറിയൊരു കോളമുണ്ട്, അത് വരച്ചിട്ടില്ല. കാരണം അത് ഈ ക്വസ്റ്റ്യനിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാരണം കൊണ്ടാണ്, ഡേറ്റ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഡേറ്റ് കോളം വരയ്ക്കാത്തത്. ഫോർമാറ്റ് ഇല്ല എന്ന് വിചാരിക്കരുത് കുട്ടികൾ. ഇവിടെ ഡേറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് മാത്രം ഡേറ്റ് കോളം ഒഴിവാക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോവാം.
ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. കമ്പനിയുടെ ജനറൽ റിസർവിൽ എത്രയുണ്ട്? 9 ലക്ഷം രൂപയുണ്ട്. അതെവിടേക്കാണ് മാറ്റേണ്ടത്? എന്തായിട്ടാണ് മാറ്റേണ്ടത്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറ്റുക. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് കമ്പനിയുടെ കൈവശമുള്ള ജനറൽ റിസർവിലെ 9 ലക്ഷം രൂപ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? ബോണസ് ആക്കി മാറ്റി. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി. ബീയിങ് ബോണസ് shares payable out of GR account. ജനറൽ റിസർവിൽ നിന്ന് ബോണസ് എന്ത് ചെയ്തു? ബോണസ് ഷെയർസ് മാറ്റി, അല്ലെങ്കിൽ ബോണസ് പേയബിൾ എന്ന് എഴുതിയാലും മതി. മനസ്സിലായോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫൈനൽ കോൾ ഡ്യൂ ആക്കുക. കാരണം ഇവിടെ 7 രൂപയാണ് വിളിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ബോണസ് ഷെയർസ് ടു മേക്ക് ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് എന്നാണ് പറയുന്നത്. ബോണസ് ഷെയർസ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് പാർട്ട്ലി പെയ്ഡ് ഷെയർ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി ചെയ്യാനുള്ളത് ഷെയർ ഫൈനൽ കോൾ ഡ്യൂ ആക്കുക എന്നുള്ളതാണ്. ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേഷൻ എഴുതാം. 3 lakh ഷെയർസ് ആണ് ഇൻറ്റു ₹3. 3 ലക്ഷം ഷെയറാണ്. ഒരു ഷെയറിന് 3 രൂപ വെച്ച് 9 ലക്ഷം. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 9 lakh. നരേഷ് എഴുതുക. ബീയിങ് ഫൈനൽ കോൾ ഡ്യൂ. ഫൈനൽ കോൾ ഡ്യൂ ആയിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. സാധാരണ നമ്മൾ എഴുതുക ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്നാണ് എഴുതുക. ഇവിടെ ക്യാഷിന് പകരം എന്താ അഡ്ജസ്റ്റ് ചെയ്യാണ്? ബോണസ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്തെഴുതുന്നു? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഇനി ഡിനോമിനേഷൻ എഴുതണ്ട, ബോണസാക്കി മാറ്റിയിട്ടുള്ള 9 ലക്ഷം രൂപയാണ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 9 lakh. നരേഷ് എഴുതുക. ബീയിങ് ഫൈനൽ കോൾ അഡ്ജസ്റ്റഡ് വിത്ത് ബോണസ്. ഫൈനൽ കോൾ അഡ്ജസ്റ്റഡ് വിത്ത് ബോണസ്.
അല്ലെങ്കിൽ ബോണസ് യൂട്ടിലൈസ്ഡ് ടുവേഡ്സ് ഫൈനൽ കോൾ മണി ഡ്യൂ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ജനറൽ റിസർവ് എടുത്ത് ഫൈനൽ കോൾ മണി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ജേണൽ എൻട്രി എല്ലാത്തിലും സെയിം ആയിരിക്കും. എവിടെ നിന്നാണോ നമ്മൾ ബോണസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി വരിക. ഇത് ജനറൽ റിസർവ് അക്കൗണ്ട് എന്നുള്ളത് മാറാം. ചിലപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം ആവാം, ക്യാപിറ്റൽ റിസർവ് ആവാം. അവിടെ നിന്നൊക്കെ ബോണസിലേക്ക് മാറ്റുന്നു. പിന്നീടുള്ള എൻട്രി നമുക്ക് എന്ത് ചെയ്യാൻ, വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 30 ആണ്, പേജ് നമ്പർ 288. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഹീര ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 4 lakh equity shares of rupees 10 each. The company has the following balances: General Reserve rupees 2,60,000, Securities Premium 1 lakh, Capital Redemption Reserve 1,40,000, Profit and Loss Account rupees 6 lakh. The company resolved to issue bonus shares at the rate of 1 share for every 5 shares held. അപ്പോൾ ഓരോ 5 ഷെയറിനും ഒരു ബോണസ് ഷെയർ കൊടുക്കാമെന്ന് കമ്പനി തീരുമാനിച്ചു. ജേർണലൈസ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനും പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് ബോർഡിൽ ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഹീര ലിമിറ്റഡ് ഇഷ്യൂഡ്. നമുക്ക് ആദ്യം ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. 4 lakh equity shares ആണ്. ആണ്. ഇനി പറയുന്നു കമ്പനിക്ക് ഉള്ള ബാലൻസ്. ഞാനിവിടെ ചെറുതാക്കി എഴുതുന്നുണ്ട്. ജനറൽ റിസർവ് 2,60,000. സെക്യൂരിറ്റീസ് പ്രീമിയം 1 lakh. Capital Redemption Reserve CRR account 1,40,000. Profit and Loss account 6 lakhs. ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ 1, 6, 8, 9, 10, 11 ലക്ഷമുണ്ട്. 11 lakh. ഇനി കമ്പനി പറയുന്നത് ദ കമ്പനി റിസോൾവ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 share ഫോർ എവരി 5 shares held. ഓരോ 5 ഷെയറിനും ഒരു ഷെയർ ബോണസായിട്ട് കൊടുക്കാൻ കമ്പനി തീരുമാനിച്ചു. ഞാൻ ഒന്നുകൂടി പറയാം. കമ്പനിയുടെ ഇപ്പോഴത്തെ ഇക്വിറ്റി ഷെയറിലെ ഓരോ 5 ഷെയറിനും ഒരു ഷെയർ ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കാൻ കമ്പനി തീരുമാനിച്ചു. അപ്പോൾ നമുക്കിവിടെ ബോണസ് ഷെയർ എന്ന് പറയുന്നത് 5:1. ഓരോ 5 ഷെയറിനും ഒരു ഷെയർ. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർസ് എത്രയാണ്? 4 lakh ആണ്. ഈ 4 ലക്ഷത്തിലെ ഓരോ 5 ഷെയറിനും ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ഇതിലെത്ര 5 ഷെയർ ഉണ്ടെന്ന് നോക്കിയാൽ മതിയില്ലേ, അല്ലേ? 8. അപ്പോൾ ഈസിക്കൽ ടു 80,000 ഷെയർസ്. അപ്പോൾ ബോണസ് ഷെയർസ് എത്രയാണ്? ബോണസ് ഷെയർസ് ഈസിക്കൽ ടു 80,000 ഷെയർസാണ്. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതിന് എത്ര രൂപ വേണം? എമൗണ്ട് എത്ര വേണം? 80,000 ഷെയറിന് എത്ര രൂപയുടെ ഷെയറാണ്? 10 രൂപയുടെ ഷെയറാണ്, അല്ലേ? സെയിമാണ്. സെയിം ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 8 ലക്ഷം രൂപ വേണം. 8 lakh. നമ്മുടെ ഇവിടെ 11 ലക്ഷം ഉണ്ട്, 3 ലക്ഷം കൂടുതൽ. അപ്പോൾ നമുക്ക്
ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഒരു 3 ലക്ഷം കൂടി എടുത്താൽ മതി. ഇത് ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ 2, 3, 4, 5. 5ഉം ഇത് ഫുള്ളായിട്ട് എടുത്താൽ 5 ലക്ഷം കിട്ടും. പ്ലസ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് ഒരു 3 ലക്ഷം കൂടി എടുക്കുക. അപ്പോൾ 8 ലക്ഷം ആയില്ലേ? അതെവിടേക്ക് മാറ്റാം? ബോണസിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ട ബോണസ് ഷെയർസ് 80,000 ഷെയറാണ്. അതിന് 10 രൂപ വെച്ച് 8 ലക്ഷം രൂപ നമുക്ക് വേണ്ടി വരും. ആ 8 ലക്ഷം രൂപ ഈ റിസോഴ്സസിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഐറ്റംസ് കൂടി കൂട്ടുമ്പോൾ 5 ലക്ഷം വരും. പി ആൻഡ് എൽ അക്കൗണ്ടിൽ 6 ലക്ഷമാണുള്ളത്, അതിൽ നിന്ന് 3 ലക്ഷം കൂടി എടുക്കുക. അപ്പോൾ 8 ലക്ഷമായി. ആ 8 ലക്ഷം നമ്മൾ എന്തിനു യൂട്ടിലൈസ് ചെയ്യുക? ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു, എത്ര രൂപയാണ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷവും ബാക്കിയുള്ള മുഴുവൻ എമൗണ്ടും നമ്മൾ ഉപയോഗിക്കുക എന്തിനു വേണ്ടി? ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ. General reserve account debtor 2,60,000. Securities premium account debtor $1 lakh. Capital redemption reserve account debtor. Capital redemption reserve account debtor 1,40,000. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 6 lakhs ആണുള്ളത്. അതിൽ നിന്നൊരു 3 ലക്ഷം കൂടി എടുത്താൽ നമുക്കിപ്പോൾ 5 ലക്ഷമായി. ഒരു 3 lakhs കൂടി എടുത്താൽ അത് 8 lakh ആവും അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ $3 lakhs. ആകെ 6 lakh ആണുള്ളത്, അതിൽ നിന്ന് 3 lakhs. 2 അതിൽ മാറ്റില്ല. ഇപ്പോൾ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി തന്നെ ടു ബോണസ് ടു ഹോൾഡേഴ്സ് അക്കൗണ്ട്, ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 8 lakh. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര നമ്പർ ആണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ 8 ലക്ഷമാണെന്ന് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു വർക്കിങ്സ് ഇല്ലാതെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല കേട്ടോ. എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? 80,000 ഷെയറാണ്. അത് 10 രൂപ വെച്ച് ഇഷ്യൂ ചെയ്യുമ്പോൾ 8 ലക്ഷം രൂപ വേണ്ടി വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ നമുക്കിത് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. നരേഷൻ എന്താണ്? ബീയിങ് ബോണസ് ഷെയർസ് issued from അല്ലെങ്കിൽ issued out of അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടുകളാണ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യുക? ബോണസ് ഇഷ്യൂ ചെയ്യുക, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതാം കേട്ടോ. ബോണസ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 8 lakh to
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ₹80,000 എന്ന് ഞാൻ എഴുതിയെന്ന് മാത്രം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ₹80,000 8 lakh. Narration being issue of bonus shares. അപ്പോൾ ഇവിടെ ഒരു ജേണൽ എൻട്രി കൊണ്ട് കാര്യം കഴിഞ്ഞു. നേരത്തെ നമുക്ക് ഒരു എമൗണ്ട് ഡ്യൂ ആക്കി എഴുതേണ്ടിയൊക്കെ വന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്, ആദ്യം ഇത് വരയ്ക്കുന്നതിന് മുൻപ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, സമ്മറി ചെയ്തില്ലേ, ആ സമ്മറി ചെയ്ത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓരോ 5 ഷെയറിനും 1 ബോണസ് ഷെയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് സാധാരണ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് 5-1 എന്നല്ല, ആ റേഷ്യോ മെത്തേഡ് സാധാരണ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമില്ല. താങ്ക് യു വെരി മച്ച്.